UDFിൻ്റെ കോട്ടയാണ് കോട്ടയം ജില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റ് പല ജില്ലകളിൽ നിന്നാണ് ഇപ്പോൾ കോട്ടയത്ത് എത്തിയിരിക്കുന്നത്. ഇവിടെ വരുമ്പോൾ 2021 കേരള കോൺഗ്രസ് മാണിയുടെ പിൻബലത്തോടു കൂടിയാണ് LDF അവിടെ ആധിപത്യം സ്ഥാപിച്ചത്. 5 സീറ്റ്, എന്നിട്ടും UDFിന് അവിടെ 4 സീറ്റ് നിലവിൽ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ കോട്ട ഇത്തവണ UDFിലേക്ക് ചായുമോ, പഴയ ആധിപത്യം UDFിന് വീണ്ടെടുക്കാൻ കഴിയുമോ എന്നാണ് നമുക്ക് കോട്ടയത്ത് നിന്ന് അറിയേണ്ടത്. 9 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. കോട്ടയം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് കേരള കോൺഗ്രസിനെയാണ് ഓർമ്മ വരുന്നത്. കോട്ടയം ജില്ലയിലാണ് വളരെ പ്രധാനപ്പെട്ട മണ്ഡലമായ പുതുപ്പള്ളി, അതുപോലെ തന്നെ കോട്ടയത്ത് കോൺഗ്രസിൻ്റെ അതികായനായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിക്കുന്ന മണ്ഡലവുമാണ്. കേരള കോൺഗ്രസിൻ്റെ ജന്മഭൂമി, കോൺഗ്രസിൻ്റെ അതികായനായ ഉമ്മൻചാണ്ടിയുടെ പ്രിയപ്പെട്ട പുതുപ്പള്ളി മണ്ഡലം, VN വാസവൻ്റെ ഏറ്റുമാനൂർ മണ്ഡലം, കോൺഗ്രസിൻ്റെ വൻ തോക്കായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതിനിധാനം ചെയ്യുന്ന, പരാജയം അറിയാതെ മുന്നേറുന്ന തിരുവഞ്ചൂരിൻ്റെ കോട്ടയം, മോൻസ് ജോസഫ് ഏറെക്കാലമായി ഒരു പോക്കറ്റ് ബെറോവായി വെച്ചിരിക്കുന്ന കടുത്തുരുത്തി, ഇതെല്ലാം തന്നെ സ്റ്റാർ മണ്ഡലങ്ങൾ തന്നെയാണ്. ഏതാണ് സ്റ്റാർ അല്ലാത്തത്? പൂഞ്ഞാർ മണ്ഡലം ഒരു സ്റ്റാർ മണ്ഡലമല്ലേ? PC ജോർജ് ഉണ്ടായിരുന്ന സമയത്ത് 2016 26,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം, 26,000, അത്രയും പ്രത്യേകതയുള്ള ഓരോ മണ്ഡലം എടുത്താലും കോട്ടയത്തെ 9 മണ്ഡലങ്ങൾക്കും തനത് പ്രത്യേകതയുണ്ട്. കോട്ടയത്തെ അടിസ്ഥാനപരമായി എപ്പോഴെല്ലാം കേരള കോൺഗ്രസ് പാർട്ടി, പ്രത്യേകിച്ച് മാണി വിഭാഗം കോൺഗ്രസിനോടൊപ്പം ചേർന്ന് UDF ആയി നിൽക്കുമ്പോൾ അജയ്യ ശക്തിയാണ്. പക്ഷെ ഇപ്പോൾ മാണി വിഭാഗം കേരള കോൺഗ്രസ് യഥാർത്ഥത്തിൽ LDFിനോടൊപ്പമാണ്. അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ LDFിന് ഉണ്ടാകേണ്ട അപ്രമാദിത്വം ഉണ്ടായില്ല. പാല നഗരസഭയിൽ ഉൾപ്പെടെ LDFിന് ഭരണം നിലനിർത്താൻ കഴിയാതെ പോയി. അപ്പോൾ ഉണ്ട് എന്ന് കരുതപ്പെടുന്ന മാണി ഇഫക്റ്റ്, ജോസ് കെ മാണിയിലൂടെ, KM മാണിക്ക് ഇഫക്റ്റ് ഉണ്ടായിരുന്നു. KM മാണി ജീവിച്ചിരുന്ന കാലത്ത് പരാജയം അറിയാതെ പാലായിൽ മുന്നോട്ട് പോയി. ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്, പ്രത്യേകിച്ച് ജോസ് കെ മാണി മത്സരിച്ചാലും പാലാ സീറ്റ് പിടിക്കാനാവാത്ത നിലയിൽ UDF പാലായിൽ പിടിമുറുക്കുന്നു. അപ്പോൾ അത് ഈ പിറന്ന മണ്ണിൽ തന്നെ ഇത്ര വലിയ വെല്ലുവിളി ഉണ്ടാകുമ്പോൾ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് തന്നെ ചോദ്യചിഹ്നങ്ങൾ ഉയരുകയാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ മാണിപുത്രൻ ഒന്ന് ചെറുതായി മനസ്സാടിയത്. UDF പക്ഷത്തേക്ക് വന്നാൽ ഉറപ്പായി കോട്ടയം ജില്ലയിലെ സീറ്റുകൾ തൂത്തുവാരാം, വൈക്കം ഒഴിച്ചുള്ള സീറ്റുകൾ തൂത്തുവാരാം എന്നാണ് കണക്ക്. കാരണം വൈക്കം കടുത്ത ഇടത് മണ്ഡലമാണ്, കോട്ടയം CPIയുടെ മണ്ഡലമാണ്. അവിടെ UDF എനിക്ക് തോന്നുന്നില്ല ഒരിക്കലെങ്കിലും ജയിക്കാൻ സാധ്യത ഉള്ള ഒരു മണ്ഡലമാണെന്ന് തോന്നുന്നു. നിലവിൽ CK ആശയാണ്. CK ആശ 2 ടേം പൂർത്തിയാക്കിയ സ്ഥിതിക്ക് ഒരു മാറ്റം അവിടെ ഉണ്ടാകാൻ സാധ്യത. പക്ഷെ മറ്റ് മണ്ഡലങ്ങളിലെല്ലാം നിലവിലുള്ള സ്ഥാനാർത്ഥികൾ, ചങ്ങനാശ്ശേരി ജോബ് മൈക്കിൾ മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയാണ്, ഒരിക്കൽ കൂടി ഒരു ടേം കൊടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. തിരുവഞ്ചൂർ അല്ലാതെ മറ്റാരും കോട്ടയത്ത് സിറ്റിംഗ് MLA തിരുവഞ്ചൂരിനെ ഭയന്നാണ് VN വാസവൻ ഏറ്റുമാനൂരിലേക്ക് പോയത്. കാരണം VN വാസവൻ വേഴ്സസ് തിരുവഞ്ചൂർ എന്നത് ഉഗ്രമായ പോരാട്ടം. അത് മാത്രമല്ല നായർ കമ്മ്യൂണിറ്റിക്കും ഈഴവ കമ്മ്യൂണിറ്റിക്കും ഒരുപോലെ വേരുകളുള്ള ഒരു ജില്ലയാണ് കോട്ടയം, പ്രത്യേകിച്ച് കോട്ടയം നഗരമണ്ഡലം. അപ്പോൾ അവിടെയൊക്കെ SNDPയുടെയും NSSന്റെ ഒക്കെ നിലപാടുകൾക്ക് കാര്യമായി, ചങ്ങനാശ്ശേരി പെരുന്ന NSSന്റെ ആസ്ഥാനമാണ് നടക്കുന്നത്. കോട്ടയം ജില്ലയിൽ NSSനേക്കാൾ കൂടുതൽ ശാഖകൾ ഒരുപക്ഷെ SNDPക്ക് ഉണ്ടാകും, കൂടുതൽ വോട്ടേഴ്സും ഈഴവ സമുദായത്തിലാവാം. അപ്പം അങ്ങനെ വരുമ്പോൾ കോട്ടയത്ത് സാമുദായിക സമവാക്യങ്ങൾ വളരെ പ്രബലമാണ്. കത്തോലിക്ക സഭയ്ക്ക് കാര്യമായ വേരോട്ടമുള്ള കിഴക്കൻ മേഖലകൾ, ഓർത്തഡോക്സ് മാർത്തോമ സഭകളുടെയും കേന്ദ്രങ്ങൾ കോട്ടയം നഗരമധ്യത്തിലുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വിവിധ കമ്മ്യൂണിറ്റികൾ പ്രഭാവം ചെലുത്തുന്ന കോട്ടയം, അപ്പം ജാതിക്കും മതത്തിനും ഒക്കെ പ്രാധാന്യമുള്ള ഒരു സ്ഥലം തന്നെയാണ് കോട്ടയം, സാംസ്കാരിക കേന്ദ്രം, അക്ഷരനഗരിയായ കോട്ടയം അല്ലേ. ഇതിനകത്ത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ് പാല. കാരണം ജോസ് കെ മാണിക്ക് 2021 അവിടെ പരാജയം ഉണ്ടായി. ഇപ്പോൾ കാപ്പൻ അവിടെ മണ്ഡലത്തിൽ അങ്ങ് ആധിപത്യം സ്ഥാപിച്ച് നിൽക്കുകയാണ്. ജോസ് കെ മാണി ഇപ്പുറത്തേക്ക് വന്നാൽ പോലും കാപ്പൻ മാറിക്കൊടുക്കത്തില്ല എന്ന് ആദ്യമേ പറയുകയും ചെയ്യുന്നുണ്ട്. കാപ്പൻ അതാണ് വിഷയമായി വന്നത്. UDF പ്രവേശം ഒരു പക്ഷേ സാധ്യമാകുമായിരുന്നു. ഇത് മാധ്യമ സൃഷ്ടി മാത്രമല്ല, ഒരുപക്ഷേ പാലാ സീറ്റിൽ ജോസ് കെ മാണിക്ക് മത്സരിച്ച് വിജയിക്കാനുള്ള സാഹചര്യം
ഉണ്ടായിരുന്നു UDF-ലാണെങ്കിൽ. LDF-ൽ നിൽക്കുന്ന ജോസ് കെ മാണിക്ക് പാലായിൽ മത്സര വിജയ സാധ്യത കുറവാണ്. ജോസ് കെ മാണിക്ക് സത്യത്തിൽ കേരളത്തിൽ മത്സരിക്കാൻ ഒരു മണ്ഡലം പോലും ഇല്ല എന്ന ഗതികേടുണ്ട്. മറ്റെല്ലാവർക്കും ഇനി കടുത്തുരുത്തിയാണുള്ളത്. അത് ജോസഫ് ഗ്രൂപ്പിൻ്റെ കാൻഡിഡേറ്റാണ്. മോൻസ് ജോസഫാണ് കടുത്തുരുത്തിയിൽ നിരന്തരം വിജയിക്കുന്നത്. അതുമാത്രമല്ല കോൺഗ്രസിലും ശക്തമായ വേരോട്ടമുണ്ട്. സത്യത്തിൽ കോൺഗ്രസ് പാർട്ടിയാണോ കേരള കോൺഗ്രസ് ആണോ കോട്ടയത്ത് വലിയ പാർട്ടി എന്ന് എക്കാലത്ത് മൂപ്പിളം തർക്കമുണ്ടായിരുന്നു. കേരള കോൺഗ്രസ് എക്കാലത്തും പറഞ്ഞിരുന്നത് ഞങ്ങളാണ് കോട്ടയം ജില്ലയിലെങ്കിലും 1-ാം നമ്പർ രാഷ്ട്രീയ ശക്തി കേരള കോൺഗ്രസ് ആണ്. പ്രത്യേകിച്ച് മാണി വിഭാഗം. ജോസഫുണ്ട്, ജോസഫിന് ശക്തി കേന്ദ്രങ്ങളൊന്നും ഇല്ലെന്ന് പറയാനാവില്ലല്ലോ. ജോസഫ് തൊടുപുഴയിലാണ് മത്സരിക്കുന്നത്, ഇടുക്കി ജില്ലയിലാണ്. പക്ഷേ ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥികൾ ആണ് കടുത്തുരുത്തിയിൽ ജയിച്ചു വന്നത്. ഏറ്റുമാനൂർ കേരള കോൺഗ്രസ് ജോസഫാണ് മത്സരിക്കുന്നത്. പക്ഷേ ഇത്തവണ അത് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നാണ് അറിയുന്നത്. 2 മണ്ഡലങ്ങൾ, ഈവൻ ചങ്ങനാശ്ശേരി മണ്ഡലം പോലും കോൺഗ്രസ് ഏറ്റെടുക്കും എന്ന രീതിയിൽ സംസാരമുണ്ട്. കാരണം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് 10 മണ്ഡലങ്ങളിലാണ് മത്സരിച്ചത് കഴിഞ്ഞ തവണ. 2021-ൽ 2 സീറ്റാണ് ജയിച്ചു വന്നത്. തൊടുപുഴയും തൊടുപുഴ ചെയർമാന്റെ സീറ്റാണ്, പിന്നെ ജോസഫിന്റെ സീറ്റാണ്. കടുത്തുരുത്തി മോൻസ് ജോസഫിന്റെ സീറ്റാണ്. 2 സീറ്റാണ്. അപ്പോൾ 10 സീറ്റിൽ മത്സരിച്ച് 2 സീറ്റിലേക്ക് ഒതുങ്ങിയ ജോസഫ് ഗ്രൂപ്പിന് 6 സീറ്റിൽ കൂടുതൽ അർഹതയുണ്ടോ എന്ന ന്യായമായ ചോദ്യം. മാത്രമല്ല കേരള കോൺഗ്രസിനെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. പേയ്മെന്റ് സീറ്റുകളാണ്. മാണി വിഭാഗത്തിലാണെങ്കിലും ജോസഫ് വിഭാഗത്തിലാണെങ്കിലും പേയ്മെന്റ് സീറ്റാണ് എന്ന് പറഞ്ഞാൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ഒരു തുക പാർട്ടി നേതൃത്വത്തെ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ അവർ ചെലവ് പ്രചരണത്തിന് ചെലവ് സ്വന്തമായി കണ്ടെത്തേണ്ട ഒരു ഗതി. അത് ഏത് രീതിയിലും വ്യാഖ്യാനിച്ചെടുക്കാം. അപ്പോൾ കാശുള്ളവൻ മത്സരിച്ചാൽ മതി, അല്ലെങ്കിൽ കാശ് സമാഹരിക്കാൻ കഴിയുന്നവൻ മത്സരിച്ചാൽ മതി, അത്തപ്പാടികൾ മത്സരിക്കേണ്ട. അല്ലെങ്കിൽ കഴിവും അർഹതയും ഒക്കെ തീരുമാനിക്കുന്നത് ഒരു പണത്തൂക്കം മുന്നിലാണ് എന്നൊരു സംസാരമുണ്ട്. കോൺഗ്രസ്സിന് അത് ലേശം അലോസരം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് പേയ്മെന്റ് സീറ്റ് എന്ന പേരുദോഷം വരുന്ന ഒരുപാട് സീറ്റുകൾ വരുമ്പോൾ വിജയ സാധ്യതയെ മാറും. കാരണം അത് മാത്രമല്ല, കേരള കോൺഗ്രസിനേക്കാൾ ജോസഫ് ഗ്രൂപ്പിനേക്കാൾ ശക്തി ഏത് മണ്ഡലം എടുത്ത് നോക്കിയാലും ജോസഫ് ഗ്രൂപ്പിനേക്കാളും ശക്തം കോൺഗ്രസ് തന്നെയാണ്. UDF-നുള്ളിൽ LDF-നുള്ളിലാണെങ്കിലും CPM കൊണ്ടുവരുന്ന അത്രയും വോട്ടുകളൊന്നും മാണി വിഭാഗം കേരള കോൺഗ്രസിന് കോട്ടയം ജില്ലയിൽ പോലും കൊണ്ടുവരാൻ ഒരു പക്ഷേ ആവില്ല. പാലയൊക്കെ വേണമെങ്കിൽ മാറ്റി നിർത്താം. അല്ല എങ്കിൽ അങ്ങനെ വരുമ്പോൾ മുഖ്യ കക്ഷികൾ അവിടെ തഴയപ്പെടുന്നു. കോൺഗ്രസിനും CPM-നും ഒരുപോലെ ദുഃഖമുണ്ട്. കോൺഗ്രസ് അല്ലാതെ കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം BJP-യിൽ നിരവധി ക്രൈസ്തവ മുഖങ്ങളുണ്ട്. PC ജോർജും ഷോൺ ജോർജും ഒക്കെ തന്നെ ഈ പൂഞ്ഞാറിലും പാലയിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളിയിലും ജോർജ് കുര്യൻ മത്സരിക്കും എന്ന രീതിയിൽ സംസാരമുണ്ട്. അപ്പോൾ ഇത് അവിടെ വേറൊരു തരത്തിലുള്ള ചലനമായിരിക്കും കോട്ടയം ജില്ലയിൽ ഉണ്ടാകാൻ പോകുന്നത്. അടിസ്ഥാനപരമായി ക്രൈസ്തവ വോട്ടുകൾ പരമ്പരാഗതമായി കേരള കോൺഗ്രസ് വിഭാഗം പ്രമുഖ വിഭാഗം UDF-ലുള്ളപ്പോൾ ക്രൈസ്തവ വോട്ടുകൾ പ്രധാനമായും, എല്ലാവരും എന്നല്ല, അങ്ങനൊരു സംഭവമില്ല, എല്ലാവരും എല്ലാ കമ്മ്യൂണിറ്റിയിലും വോട്ട് ചെയ്യും. പക്ഷേ ക്രൈസ്തവ വോട്ടുകൾ UDF-ലേക്ക് സ്വാംശീകരിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ക്രൈസ്തവ പാർട്ടി കൂടിയായ കേരള കോൺഗ്രസ് മാണി വിഭാഗം LDF-ൽ നിൽക്കുമ്പോൾ ക്രൈസ്തവ വോട്ടുകൾ ചിതറുമെന്നാണ് ചിന്ത. എൻ്റെ ഒരു ചിന്ത അങ്ങനെയുമല്ല വരുന്നത്. ഈ മാണി വിഭാഗത്തിനും ജോസഫ് വിഭാഗത്തിനും ജേക്കബ് വിഭാഗത്തിനും ഒക്കെ വോട്ട് ചെയ്തിരുന്ന ക്രിസ്ത്യാനികൾ ഒരു UDF സ്പിരിറ്റ് എന്ന നിലയിലാണ് വോട്ട് ചെയ്തിരുന്നത്. അല്ലാതെ ഒരു മാണി LDF-ലാണോ UDF-ലാണോ എന്നുള്ള UDF സ്പിരിറ്റാണ്. അതുകൊണ്ടാണ് KM മാണിക്ക് ലഭിച്ചിരുന്ന പിന്തുണ ട്രാൻസ്ലേറ്റ് ചെയ്ത് LDF-ന് വോട്ടാക്കി മാറ്റാൻ ബുദ്ധിമുട്ടാണ്. അതേസമയം ജൈവികമായ ഒരു കാര്യമാണ് കേരള കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നത്. കാരണം കോൺഗ്രസ് പാരമ്പര്യമാണല്ലോ കേരള കോൺഗ്രസിനുള്ളത്. അന്ന് 1964 ഒരു ആശയക്കുഴപ്പം നിന്നുകൊണ്ടാണല്ലോ പാർട്ടിയിൽ പിളർപ്പുണ്ടാകുന്നതും കേരള കോൺഗ്രസ് രൂപീകരിക്കുന്നതും. ഇന്ന് ആ ഒരു അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളൊന്നും പ്രസക്തമല്ല. അതുകൊണ്ട് എന്ത് വ്യത്യാസം? കേരള കോൺഗ്രസും തമ്മിൽ എന്താ വ്യത്യാസം? ഒരേ DNA അല്ലേ? ഇടതുപക്ഷങ്ങൾ വ്യത്യസ്തമാണ്, CPI CPM വ്യത്യസ്തമാണ്. ആ ഒരു രീതി നോക്കുമ്പോൾ കടുത്ത UDF പക്ഷപാതം തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് UDF ജയിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, കേരള കോൺഗ്രസ് ജോസഫിന് UDF-നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കേരള കോൺഗ്രസിന് സീറ്റ് കൊടുക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ അണികൾ പലപ്പോഴും നിർജ്ജീവമായി മാറുന്നു, വേണ്ട രീതിയിൽ പോൾ ചെയ്യപ്പെടുന്നില്ല. അങ്ങനെ കോൺഗ്രസിന് പരാജയം സംഭവിക്കുന്നു. ഇത് സമീപകാല ചരിത്രമാണ്. അതുകൊണ്ടാണ് കോൺഗ്രസിൽ ഒരു പുനർവിചിന്തനം, പരമാവധി സീറ്റുകൾ കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കണം, കേരള കോൺഗ്രസിനെ ജോസഫ് ഗ്രൂപ്പിനെ കയറി വിടരുത് എന്ന ചിന്ത. അത് പത്തനംതിട്ട ജില്ലയിൽ ഉൾപ്പെടെ ആ ഒരു വികാരമുണ്ട്. കാരണം സീറ്റുകൾ നഷ്ടപ്പെടുന്നു എന്നാണ് UDF പറയുന്നത്. അതിശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് കൊണ്ട് കോട്ടയം ജില്ലയിൽ ഈ ഒരു UDF തരംഗത്തിലേക്ക് പോകും എന്ന് തന്നെയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഫലം
നഗരസഭ, പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഫലം ആവർത്തിക്കാനാണെങ്കിൽ UDFന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നോക്കൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിക്ക് വലിയ അടിയാണ് പറ്റിയത്. പിന്നെ ഏറ്റുമാനൂർ അവിടുത്തെ സീറ്റ്, കോട്ടയം ജില്ലയിലെ കോട്ടയം സീറ്റ് ജയിച്ചതാര ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയാണ് അല്ലെ, ഫ്രാൻസിസ് ജോർജ് ആണ് അവിടെ ജയിച്ചു വന്നത് 1,00,000 പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്. അപ്പോൾ കാറ്റെങ്ങോട്ടെന്ന് വ്യക്തമാണ്. UDF പക്ഷത്തേക്കാണ്. മാണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും UDF പക്ഷത്തേക്ക് തന്നെയാണ്. പക്ഷേ ഇത് രാഷ്ട്രീയമാണ്, തെരഞ്ഞെടുപ്പാണ്. അടുത്ത 3 മാസത്തിനുള്ളിൽ എന്തെല്ലാം സംഭവിക്കുന്നു. ഇനി മാണി ഗ്രൂപ്പ് എഴുതി തള്ളിയെങ്കിൽ പോലും UDFലേക്ക് വരില്ല എന്നൊന്നും ഇപ്പോഴേ പറഞ്ഞു വയ്ക്കാൻ ഞാൻ ആളല്ല. രാഷ്ട്രീയം മാറി മറിയും. കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും ഒരു മേൽക്കൈ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൃത്യമായി എന്ന് കരുതാവുന്ന ക്രിസ്ത്യൻ കൺസോളിഡേഷൻ എന്ന് പറയാനാവില്ല. എങ്കിലും ക്രിസ്ത്യൻസിന് ഭൂരിപക്ഷമൊന്നുമില്ല ഇവിടെ. ക്രിസ്ത്യൻ ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് തന്നെയാണ് ഭൂരിപക്ഷം കോട്ടയം ജില്ലയിൽ. പക്ഷേ ക്രിസ്ത്യൻസിന് നല്ല സാമാന്യം നല്ല എണ്ണമുണ്ട്. 35% ക്രിസ്ത്യൻ വോട്ടുകളാണ്. ചില മണ്ഡലങ്ങളിൽ കാര്യമായ സ്വാധീന ശക്തിയുമാണ്. അതുകൊണ്ട് മധ്യ തിരുവിതാംകൂറിൻ്റെ മനസ്സ് ഇപ്പോൾ നിലവിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അനുസരിച്ച് UDF പക്ഷത്താണ്. അതങ്ങനെ തന്നെ നിലനിൽക്കുമോ എന്നതാണ് ചോദ്യം. അല്ല എന്ന് തെളിയിക്കാൻ തക്ക ഒന്നും തന്നെ ഇല്ല. ഭരണവിരുദ്ധവും ശബരിമല വിവാദവും എല്ലാം തന്നെ UDFന് അനുകൂലമായ ഒരു തരംഗമായി നീങ്ങാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. വൈക്കം ഒഴിച്ചുള്ള സീറ്റുകളിൽ UDFന് ഒരുപക്ഷെ ഏറ്റുമാനൂർ വാസവൻ തന്നെ മത്സരിച്ചാൽ LDFന് കരുത്തനായ മന്ത്രിയാണ്. അദ്ദേഹത്തിന് ഒരുപാട് സമുദായങ്ങളെ സ്വാധീനിക്കാനും കഴിയുന്ന ഒരു NSSനെയും SNDPയെയും ഒരുപോലെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാളാണ് വാസവൻ. അങ്ങനെയുള്ള ഇൻഡിവിജ്വൽ മുഖങ്ങളെ മാറ്റി നിർത്തിയാൽ ഇത് അഡ്വാൻറ്റേജ് UDF ഇൻ കോട്ടയം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.